രചന ഹരിത ബാബു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സിയം നൂഞ്ഞേരി. രാത്രിയിൽ മേൽ കഴുകി റൂമിൽ വന്നപ്പോഴേക്കും പാറോയുടെ ഡ്യൂട്ടി തുടങ്ങിയിരുന്നു. ഞാനൊരു ചിരിയോടെ റൂമിലെ ജനലടക്കാൻ അവിടേക്ക് നടന്നു. ജനലിന് പുറത്തൂടെ നോക്കിയാൽ കുറച്ച് ദൂരെയായി വെളിച്ചത്തിൽ മുങ്ങി നിൽക്കുന്ന നഗരം കാണാം. 10 മണി കഴിഞ്ഞെങ്കിലും ഇപ്പോഴും വണ്ടികൾ തലങ്ങും വിലങ്ങും പോകുന്നുണ്ട്. കുറച്ചു നേരം കാറ്റും കൊണ്ട് എന്തൊക്കെയോ ഓർത്തു നിന്നു. പിന്നീട് ജനലടച്ച് കർട്ടനും വലിച്ചിട്ട് ബെഡിലേക്ക് വന്ന് കിടന്നു. പാറയുടെ ഭാവി ഭർത്താവുമായി കുറുകുന്നുണ്ട്. ഇതിനി അവസാനിക്കണമെങ്കിൽ പാതിരാത്രിയാവും. ഞാൻ ലൈറ്റ് ഓഫ് ചെയ്ത് ഫോൺ എടുത്തു. നാളെ എൻ്റെ ബർത്ത്ഡേ ആണ്. വാട്സാപ്പ് തുറന്നു നോക്കിയപ്പോൾ കിച്ചുവിൻ്റെ മെസ്സേജ് ഉണ്ട്. ഒരു കുഞ്ഞാവ ബാക്ക് കുലുക്കി കാണിക്കുന്ന എൻ്റെ സ്റ്റിക്കറിന് മറുപടിയായി കിളിക്കല്ലേ മോളെ എന്ന് എഴുതിയ സ്റ്റിക്കർ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നു. അവനൊരു ഗുഡ് നൈറ്റ് മെസ്സേജ് അയച്ച് സ്പോട്ടിഫൈ ഓപ്പൺ ചെയ്തു. പഴയ റൊമാൻറ്റിക് സോങ് എടുത്ത് പ്ലേ ചെയ്തു. നന്നായി സൗണ്ട് കൂട്ടി എയർപോർട്സ് ഒന്നുകൂടെ ചെവിയിലേക്ക് അമർത്തി വെച്ച് കിടന്നു. ഇല്ലെങ്കിൽ അപ്പുറത്തെ കുറുകിൽ കേട്ട് എൻ്റെ ഷുഗർ കൂടും. എന്നാലും രാത്രി 12 മണിയാകുമ്പോൾ കിച്ചു വിളിക്കും. അതുകൊണ്ട് ഉറങ്ങാതെ കിടന്നു. കഴിഞ്ഞ ആഴ്ച പാറുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. 12 മണിക്ക് അവളുടെ വുഡ് ബി വീഡിയോ കോൾ ചെയ്തു. അവിടെ ആ പുള്ളി കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിലെ ക്യാൻഡിൽ ഊതിക്കെടുത്താൻ ഇവിടെ ഇരുന്ന പാറുവിനോട് പറയുന്നു. അവൾ ഉറക്കെ ചിരിച്ചു ഊതുന്നതെല്ലാം ഞാൻ അത്ഭുതത്തോടെ നോക്കിക്കണ്ടു. അവളുടെ ചേട്ടായി നല്ല റൊമാൻറ്റിക്കാണെന്ന് അവൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് കേൾക്കാം. കിച്ചൻ്റെ കാര്യം എന്നോട് ചോദിക്കുമ്പോൾ ഞാനും തലയാട്ടും. പിന്നെ പുള്ളി നല്ല റൊമാൻറ്റിക് അല്ലേ? സത്യം എനിക്കല്ലേ അറിയൂ. കഴിഞ്ഞ 13 വർഷമായി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കിച്ച്. ആ ബന്ധം പ്രണയത്തിലേക്ക് എത്തിയിട്ട് ഇപ്പോൾ 1 വർഷമാവുന്നു. കല്യാണത്തിന് ഇപ്പോൾ സമയമല്ലാത്തതുകൊണ്ട് വീട്ടുകാരുടെ സമ്മതത്തോടെ പ്രണയിക്കുന്നു എന്ന് പറയുമ്പോൾ അതിലെവിടെയോ ഒരു അതിശയോക്തി ഇല്ലേ എന്നൊരു തോന്നൽ എനിക്ക് ഉണ്ടാവാറുണ്ട്. ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നുകൊണ്ട് ഇപ്പോഴും ഞങ്ങൾക്കിടയിൽ പ്രണയത്തേക്കാൾ കുറച്ചുകൂടെ മുന്നിട്ട് നിൽക്കുന്ന സൗഹൃദം തന്നെയാണ്. അവനോ ഞാനോ തീരെ റൊമാൻറ്റിക് അല്ല. ഉള്ളിൽ പരസ്പരം ഒരുപാട് പ്രണയിക്കുന്നുണ്ടെങ്കിലും എനിക്ക് തുറന്ന് പ്രകടിപ്പിക്കാൻ എന്തോ ഒരു തടസ്സമുണ്ട്. അവനും അങ്ങനെ തന്നെ ആയിരിക്കാം. ഒരേ നഗരത്തിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ കാണാറുണ്ട്. അപ്പോഴെല്ലാം ഒന്നുകിൽ ബീച്ചിലോ മറ്റോ പോയി വായി നോക്കി നടന്ന് ആളുകളെ നോക്കി അവരെ കമൻ്റ് അടിക്കാനും ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിച്ച് നടക്കുന്നതാണ് ഞങ്ങളുടെ പരിപാടി. ഫോൺ വിളിച്ചാലും പ്രണയൊഴിച്ച് ഭൂലോകത്തെ എല്ലാം ഞങ്ങൾക്ക് സംസാര വിഷയമാവും. വാട്സാപ്പിൽ സ്റ്റിക്കർ അയച്ച് കളിക്കും. വീഡിയോ കോൾ ചെയ്താൽ ഫിൽറ്റർ മാറ്റിയും സ്ക്രീൻഷോട്ട് എടുത്തും കളിക്കും. സത്യമാണ്, അവനൊട്ടും റൊമാൻറ്റിക് അല്ല. ഞാനും ഇങ്ങനെയാണെങ്കിൽ കല്യാണം കഴിഞ്ഞാലുള്ള അവസ്ഥയോ? സ്പോട്ടിഫൈ പ്ലേലിസ്റ്റിലെ റൊമാൻറ്റിക് പാട്ടുകളും ഇത്ര നാളും കണ്ടെടുത്ത റൊമാൻറ്റിക് സിനിമകളും ഷെൽഫിലെ പ്രണയ നോവലുകളും എന്നെ നോക്കി പല്ലിളിച്ച് ചിരിക്കുന്ന പോലെ. ഇങ്ങനെയുള്ള ചിന്തകൾക്കൊടുവിൽ എപ്പോഴോ ഞാൻ അഗാധമായ ഉറക്കത്തിലേക്ക് വഴുതി വീണു. രാവിലെ പാറു കുലുക്കി വിളിച്ചപ്പോഴാണ് ഞാൻ ഉണർന്നത്. അവളുടെ വക ബർത്ത്ഡേ ഗിഫ്റ്റായി കെട്ടിപ്പിടിച്ച് റൂമിലേക്ക് തന്നു. ഫോൺ എടുത്ത് നോക്കി. കിച്ചുവിൻ്റെ കോളൊന്നുമില്ല, മെസ്സേജും അയച്ചിട്ടില്ല. വേറെ കുറച്ച് ഫ്രണ്ട്സ് മെസ്സേജ് അയച്ച് സ്റ്റാറ്റസ് എല്ലാം ഇട്ടിട്ടുണ്ട്. അവർക്കൊക്കെ മറുപടി എടുത്ത് കുളിക്കാൻ കയറി. അടുത്തുള്ള അമ്പലം കുറച്ചധികം ദൂരമുള്ളത് കൊണ്ട് അടുത്തുള്ള പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഓഫീസില്ല. പാറുവിൻ്റെ വിദേശത്തുള്ള ആൻറ്റിയുടെ ഒഴിഞ്ഞ ഫ്ലാറ്റിലാണ് ഞങ്ങളുടെ താമസം. തിരികെ വന്നപ്പോൾ വീട്ടിൽ നിന്ന് എല്ലാവരും വിളിച്ചു. ഇതുവരെ ഞാൻ പ്രതീക്ഷിച്ച ആളുടെ വിളി മാത്രം വന്നില്ല. പാറു എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് എൻ്റെ ഫേവറിറ്റ് കിണ്ണത്തപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. അതും കഴിച്ചിരുന്നപ്പോഴാണ് കിച്ച് വിളിക്കുന്നത്. 11:30 റെഡിയായി നിൽക്കാൻ. പുറത്തോട്ട് പോകാമെന്ന് മാത്രം പറഞ്ഞു. ദുഷ്ടൻ ഇപ്പോഴും വിഷ് ചെയ്തില്ല. ഞാനൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ട്രിപ്പ് വരുന്ന ഷോർട്ട് ടോപ്പും ബ്ലാക്ക് സ്കേർട്ട് എടുത്തിട്ടു. അത്യാവശ്യം ഒരുങ്ങി തന്നെയാണ് ഇറങ്ങിയത്. സോ റൊമാൻറ്റിക് ഡേറ്റ് ആണോ ബുന്നൂസേ? പാറുവിൻ്റെ ചോദ്യത്തിനൊന്ന് ചിരിച്ചു കാണിച്ച് താഴേക്ക് പോയി. റൊമാൻറ്റിക് ഡേറ്റ്. പാർക്കിംഗ് ഗേറ്റിന് മുമ്പിൽ കുറച്ചധികം നേരം പോസ്റ്റായി നിന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് ഒരു ബ്ലാക്ക് ഹോണ്ട സിറ്റി അടുത്തേക്ക് കൊണ്ടുവന്ന് നിർത്തിയത്. ഗ്ലാസ് താഴ്ത്തിയപ്പോൾ അത് കിച്ചുവാണെന്ന് കണ്ടു. അപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ ഇവനൊട്ട് റൊമാൻറ്റിക് അല്ലെന്ന്. കിച്ചുവിനോട് ചേർന്നിരുന്ന് മഴ മൂടിക്കെട്ടി മനോഹരമായ ഈ ദിവസത്തിൽ അവൻ്റെ ബുള്ളറ്റിൽ റൊമാൻറ്റിക് റൈഡിന് പോകാൻ നിന്ന ഞാനിപ്പോൾ ആരായി? അവൻ വിളിച്ചപ്പോൾ ചിന്തയിൽ നിന്നുടന്ന് കോർ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി. വണ്ടിക്ക് ചെറിയ ജലദോഷം, അതാ കാർ എടുത്തത്. അവൻ്റെ പറച്ചിലേട്ട് ദേഷ്യം വന്നെങ്കിലും നന്നായിട്ടൊന്ന് ഇളിച്ച് കാണിച്ച്. ജലദോഷം പോലും. അവൻ എന്നേക്കാൾ പ്രേമ ആ പാട്ട വണ്ടിയോടാ. കാര്യം ഡേറ്റിൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ പോയെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മെലഡീസാണ് കാറിൽ പ്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് ബൈക്കില്ലാത്ത പോരായ്മയൊക്കെ മറന്ന് ഞാൻ ആ യാത്ര ആസ്വദിച്ചു. പൊന്നൂസ്, നമുക്ക് ലഞ്ച് കഴിച്ചാലോ? അവൻ ചോദിച്ചപ്പോൾ ഞാൻ വേഗം തലയാട്ടി. രാവിലെ കഴിച്ചതൊക്കെ എപ്പോഴേ ആവിയായി പോയിരുന്നു. പാറുവിൻ്റെ ബർത്ത്ഡേക്ക് അവർ ഹോളിഡേ ഇന്നിലാ പോയെ. അവൾക്ക് സ്പെഷ്യലായി റൊമാൻറ്റിക് ബ്രൗണി സൺറൈസ് എല്ലാം ഉൾപ്പെടുത്തിയ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറായിരുന്നു. അതിൻ്റെ ഫോട്ടോ അവളൊന്ന് കാണിച്ചിരുന്നു. നമുക്കവിടെ പോയെന്ന് പറയാൻ തുടങ്ങുന്നതിന് മുമ്പേ ലഞ്ചിന് വേണ്ടിയുള്ള സ്ഥലത്ത് കാറ് നിർത്തിയിരുന്നു. മുന്നിലെ ബോർഡ് കൊണ്ട് ഞാൻ ആകെ പ്ലിങ്ങിപ്പോയി. പഴങ്കഞ്ഞിക്കട, അടിപൊളി. ഞാൻ കിച്ചുവിനെ നോക്കിയപ്പോൾ അവൻ നല്ല സന്തോഷത്തിലാണ്. പെട്ടെന്ന് എനിക്ക് ചിരി വന്നു. ഞാൻ ഒന്നുമില്ലെന്ന് തലയാട്ടി. അവൻ്റെ തോളിലും തട്ടിയിട്ട് കാറിൽ നിന്നിറങ്ങി. എന്നെ വല്ലായ്മയുടെ നോക്കി അവനും പുറത്തേക്ക് ഇറങ്ങി.
നല്ല വിശന്നിരുന്ന സമയമായതുകൊണ്ട് ഞാൻ വേഗം കൈ കഴുകി വന്നു. മുന്നിൽ ചട്ടിയിൽ കൊണ്ടുവച്ച പഴങ്കഞ്ഞി കണ്ട് എൻ്റെ വായിൽ വെള്ളം നിറഞ്ഞു. മുളക് ചമ്മന്തിയും പപ്പടവും കപ്പയും മീൻകറിയും മോരും അച്ചാറും എല്ലാം കൂടി എൻ്റെ കൺട്രോൾ പോയി. അതെല്ലാം കൂടി ഒന്നിച്ച് കുഴച്ച് കഴിച്ചപ്പോൾ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറിൻ്റെ ഓർമ്മയെല്ലാം കാറ്റിൽ പറന്നു. എനിക്ക് വേണ്ടി സ്പെഷ്യൽ ചെമ്മീൻ ഫ്രൈ അവൻ ഓർഡർ ചെയ്തു. അല്ലേലും എൻ്റെ കിച്ചു മുത്താണ്. കുറച്ച് മൂരാച്ചിയാണെങ്കിൽ അവൻ സ്നേഹമുള്ളവനാ. അവനെ ഒന്ന് നന്ദിയോടെ നോക്കി ചെമ്മീൻ ഫ്രൈ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. കഴിച്ചിറങ്ങിയപ്പോൾ തൊട്ടടുത്ത കടയിൽ നിന്നൊരു ഡയറി മിൽക്ക് കൂടി വാങ്ങിച്ചു തന്നു. ഇത്ര അടിപൊളി ലഞ്ച് ഈ അടുത്തൊന്നും കഴിച്ചിട്ടില്ല. പഴങ്കഞ്ഞിയെ വീട്ടിൽ വെച്ച് പുച്ഛിച്ച ദിവസങ്ങൾ ഞാൻ വേദനയോട് ഓർത്തു. എന്നാലും കാമുകയെ ഡേറ്റിന് കൊണ്ടുപോയി പഴങ്കഞ്ഞി വാങ്ങിക്കൊടുത്ത ലോകത്തിലെ ആദ്യത്തെ കാമുകൻ എൻ്റെ കിച്ചു ആയിരിക്കും. എനിക്ക് ചിരി കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോഴും നിന്ന് ചിരിക്കുന്നുണ്ടാൽ അത് മതി അവന്. ഭ്രാന്താണെന്ന് അവൻ തന്നെ പറഞ്ഞ് പരത്തിക്കോളും. എങ്ങോട്ടാ പോകുന്നതെന്ന് പോലും അറിയാതെ കുറേ നേരം ഡ്രൈവ് ചെയ്തു. എനിക്കിങ്ങനെ വെറുതെ യാത്ര ചെയ്യാൻ വലിയ ഇഷ്ടമാണ്. അതിപ്പോൾ ഉച്ച സമയമാണെങ്കിലും. നല്ല തണുപ്പ് ഒരു മഴയുടെ ലക്ഷണമാണ്. പക്ഷെ മഴ ഇതുവരെ പെയ്തില്ല. കൂടെ പ്ലേ ചെയ്യുന്ന പാട്ടുകൾ കൂടിയായപ്പോൾ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ ഒരുപാട് സന്തോഷം എനിക്ക് തോന്നി. ആ നിമിഷം ഞാൻ മറ്റെല്ലാം മറന്ന് എൻജോയ് ചെയ്തു. ഒരുപാട് സന്തോഷവും സങ്കടവും വരുമ്പോൾ ഞാൻ നിശബ്ദയായിരിക്കും. അതറിഞ്ഞ് അവനൊന്നും മിണ്ടിയില്ല. ബീച്ചിൻ്റെ സൈഡിൽ വണ്ടി നിർത്തിയപ്പോൾ എൻ്റെ സന്തോഷം ഒന്നുകൂടെ കൂടി. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒന്നാണ് കടൽ. തിരികളെ നോക്കിയൊരു ജന്മം മുഴുവൻ ഇരിക്കാം. അത്രത്തോളം എനിക്ക് ഇഷ്ടമുള്ളൊരു ഇടമാണ്. മഴ ഉണ്ടാകുമെന്നുള്ളത് കൊണ്ടായിരിക്കും അധികം ആളുകളൊന്നുമില്ല. എനിക്കൊരു പഞ്ഞിമിഠായി വാങ്ങിത്തന്ന് അവൻ എൻ്റെ കൈയും പിടിച്ച് ചുമ്മാ തീരത്തുകൂടി നടന്നു. കാൽപാദങ്ങളിൽ ചുംബിക്കാൻ വരുന്ന തിരകളെ കളിപ്പിച്ച് ഞാൻ അവൻ്റെ ഒപ്പം നടന്നു. എവിടെ പോയാലും അവൻ ഈ കൈ ഇങ്ങനെ മുറുകെ പിടിക്കും, ഒരിക്കലും വിടാതെ. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മഴ പെയ്യാൻ തുടങ്ങി. മഴയത്ത് കടൽ തീരത്തുകൂടി നടക്കാനുള്ള പൂതി കൊണ്ട് ഞാൻ അവിടെ തന്നെ നിന്നു. ഓടിപ്പോകാൻ നിന്ന കിച്ചു എന്നെ ദേഷ്യത്തോടെ നോക്കി. ഞാൻ ദയനീയതയോടെ പറഞ്ഞെങ്കിലും അവൻ എന്നെയും വലിച്ച് കാറിലേക്ക് കയറിയിരുന്നു. അപ്പോഴേക്കും മഴ ശക്തമായി പെയ്യാൻ തുടങ്ങി. കിച്ചു ഗ്ലാസ് മുഴുവൻ കയറ്റിയിട്ട് സ്റ്റീരിയോ ഓൺ ചെയ്ത് കുറച്ച് വോളിയം കൂട്ടിവെച്ചു. അവൻ തലമുടിയിലെ വെള്ളം കുടഞ്ഞ് കളയുന്നുണ്ട്. എനിക്കാകെ ദേഷ്യം വന്നു. എന്തൊരു സാധന ഇത്! ഇന്ന് ഇത്ര നേരമായിട്ട് എന്നെ ഒന്ന് വിഷ് ചെയ്തിട്ടുകൂടിയില്ല. സങ്കടവും ദേഷ്യം ഒന്നിച്ചു വരുമ്പോഴുള്ള തൊണ്ടയിൽ എരിച്ചിൽ എനിക്ക് കൂടിക്കൂടി വന്നു. എന്താണ് മുന്നൂസേ, മഴയത്ത് കളിക്കാൻ വിടാത്തോണ്ട് കലിപ്പാണോ? അവൻ്റെ കളിയാക്കിയുള്ള ചോദ്യം കേട്ട് ഞാൻ ദേഷ്യത്തോടെ നോക്കി. എന്നോട് മിണ്ടാ വരണ്ട. മുഖം വീർപ്പിച്ച് അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു ആശ്വാസം തോന്നി. തിരിഞ്ഞ് പുറത്തേക്ക് നോക്കിയിരുന്നപ്പോൾ അവൻ്റെ ചിരി എനിക്ക് കേൾക്കാമായിരുന്നു. പിണക്കാണെങ്കിൽ പിണക്കം മാറ്റാൻ ഞാനൊരു പാട്ട് പാടിത്തരാം. അവൻ പറയുന്ന കേട്ട് എനിക്ക് അത്ഭുതം തോന്നി. അത്യാവശ്യം നല്ലതുപോലെ പാടുന്ന ആളാണ് കിച്ചു. സ്കൂളിലൊക്കെ ഫ്രണ്ട്സ് പറയുമ്പോൾ പാടിക്കൊടുക്കുമായിരുന്നു. എനിക്ക് വേണ്ടി ഇതുവരെ സ്പെഷ്യലായിട്ട് പാട്ടൊന്നും പാടിയിട്ടില്ല. ചില രാത്രികൾ ഞാൻ ആലോചിക്കാറുണ്ട് അവൻ പാടിത്തരുന്നു, അത് കേട്ട് ഞാൻ ഉറങ്ങുന്നതുമൊക്കെ. അതെന്തോ വല്ലാതെ പൈങ്കിളിയായി പോകുമോ എന്നൊരു തോന്നൽ ഇതുവരെ അവനോട് ആവശ്യപ്പെട്ടിട്ടില്ല. അവൻ പാടി തുടങ്ങി. അവൻ ഓരോ വരി പാടുമ്പോഴും അത് തീർന്നു പോകരുതെന്ന് ഞാൻ ശരിക്കും ആഗ്രഹിച്ചിരുന്നു. ബാക്കിയോ? അവൻ പാടിത്തീർന്നപ്പോൾ ഞാൻ ആകാംക്ഷയോടെ ചോദിച്ചു. ബാക്കിയോ? ബാക്കി വാലിട്ട് കണ്ടെഴുതി വെള്ളോട്ട് വളയണിഞ്ഞ് നീ എന്നെ അന്തർജനമാകുമ്പോൾ പാടിത്തരാം. അവൻ എൻ്റെ കണ്ണിലേക്ക് തന്നെ നോക്കി ഒരു കുസൃതി ചിരിയോടെ പറഞ്ഞു. അവൻ്റെ കണ്ണുകളിൽ നിന്ന് വരെ ഞാൻ കണ്ടിട്ടില്ലാത്തൊരു ഭാവം. അത് കാണുന്തോറും എൻ്റെ ഹൃദയമിടിപ്പോലാതെ ഉയരാൻ തുടങ്ങി. ഇങ്ങനെ ഒരു നിമിഷത്തിന് മുമ്പ് ഉണ്ടായിട്ടില്ല. ആ നിമിഷം ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും സന്തോഷവതി ഞാനായിരിക്കുമെന്ന് തോന്നി. അവരൊന്നുകൂടെ എൻ്റെ അടുത്തേക്ക് ചേർന്നിരുന്നു. മഴയുടെ ശബ്ദമോ കാറിൽ പ്ലേ ചെയ്യുന്ന പാട്ടോ മറ്റൊന്നും ഞാൻ കേട്ടില്ല. വേറെ ഏതോ ലോകത്തായിരുന്നു അപ്പോൾ. അതെ, ഞാനിപ്പോൾ നിനക്കൊരു ഉമ്മ എന്നാ നീ എന്ത് ചെയ്യും? അവൻ്റെ ചോദ്യം കാതിൽ നിന്നും ഹൃദയത്തിലേക്ക് ഒരു കുളിരായി പടർന്നു കയറി. ഉത്തരം കൊടുക്കുന്നതിന് മുമ്പേ അവൻ എൻ്റെ വലതു കവിളിനെ അവൻ്റെ അധരങ്ങളാൽ സ്വന്തമാക്കിയിരുന്നു. അവൻ്റെ ചുണ്ടുകളിലെ നനവും ചൂടും ഒപ്പം കവിളിൽ കുത്തിക്കയറുന്ന അവൻ്റെ കുറ്റിത്താടിയും മീശയും ഹൃദയത്തിൽ പുതിയൊരു അനുഭൂതി നിറച്ചു. കുറച്ചു നേരത്തിന് ശേഷമാണ് അവൻ ചുണ്ടുകൾ പിൻവലിച്ചത്. അവൻ കാതിൽ പതിയെ പറഞ്ഞപ്പോൾ അത്ര നേരമുണ്ടായിരുന്ന ആ കുഞ്ഞു പരിഭവം ഒരു തരി പോലുമില്ലാതെ എങ്ങോ പോയി മറഞ്ഞു. 12 മണിക്ക് വിളിച്ചില്ലല്ലോ? കള്ളപ്പിണക്കം കാണിച്ച് പറഞ്ഞപ്പോൾ അവനൊരു പുരികമേർത്തി എന്നെ നോക്കി. എൻ്റെ പൊന്നൂസ് രാത്രി 10:30 കഴിഞ്ഞാൽ കൂർക്കം വലിക്കുന്ന എനിക്ക് അറിഞ്ഞൂടെ? പിന്നെ ആന കുത്തിയാൽ പോലും നീ അറിയോ? പിന്നെ അങ്ങനെയൊക്കെ വിളിച്ച് വിഷ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പം ഇങ്ങനെ എത്ര റൊമാൻറ്റിക് ആയിട്ട് വിഷ് ചെയ്യാൻ പറ്റുമായിരുന്നു ഇവിടെ. ഓ, അപ്പോൾ റൊമാൻസ് ഒക്കെ അറിയാം. കളിയാക്കിയതാണെന്ന് തോന്നിയോണ്ടായിരിക്കും അവൻ എന്നെ ഒന്ന് ഇരുത്തി നോക്കി. ചേട്ടൻ്റെ റൊമാൻസ് സമയമാകുമ്പോൾ പൊന്നുകൾക്ക് കാണിച്ചു തരാമേ. അവനതും പറഞ്ഞ് കാറിൻ്റെ ബാക്ക് സീറ്റിലെ കവറിൽ നിന്നൊരു ഗിഫ്റ്റ് എനിക്ക് നേരെ നീട്ടി. ഞാനതിൻ്റെ പൊതി അഴിച്ച് മാറ്റിയപ്പോൾ അവനതെൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി ഓരോന്നായി പുറത്തെടുത്തു. ആദ്യത്തേതൊരു ഫോട്ടോ ഫ്രെയിം ആയിരുന്നു. 4-5 വയസ്സുള്ള കുഞ്ഞ് കിച്ചുവിൻ്റെയും ഏതാണ്ട് അതേ പ്രായത്തിലുള്ള എൻ്റെയും കുഞ്ഞിലേ ഉള്ളൊരു പിക്ക് എഡിറ്റ് ചെയ്ത് ഒന്നിച്ചാക്കി
ഓയിൽ പെയിന്റിംഗ് പോലെ ചെയ്തിരുന്നു. അതൊരു ബ്ലാക്ക് ഫ്രെയിമിലാണ്. അതിൽ ഹാപ്പി ബർത്ത്ഡേ പുന്നൂസെ, ലവ് യു സോ മച്ച് എന്ന് എഴുതിയിരിക്കുന്നു. ആ ഫോട്ടോ കൊണ്ട് എനിക്ക് സന്തോഷം അടക്കാനായില്ല. അത്രയും ക്യൂട്ടായിരുന്നു ആ ഫ്രെയിം. അടുത്ത ഗിഫ്റ്റ് പ്രേമലേഖനം എന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നോവലായിരുന്നു. പ്രിയപ്പെട്ട പൊന്നൂസെ, ജീവിതം യൗവന തീക്ഷ്ണവും ഹൃദയം പ്രേമസുരഭിലവുമായിരിക്കുന്ന ഈ അസുലഭ കാലഘട്ടത്തെ എൻ്റെ പ്രിയ സുഹൃത്ത് എങ്ങനെ വിനിയോഗിക്കുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതത്തിലെ നിമിഷങ്ങൾ ഓരോന്നും പൊന്നൂട്ടിയോടുള്ള പ്രേമത്തിൽ കഴിയുകയാണ്. ഗാഠമായി ചിന്തിച്ച് മധുരോദകരമായൊരു മറുപടിയാൽ എന്നെ അനുഗ്രഹിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പൊന്നൂസിൻ്റെ കിച്ച്. ബുക്ക് എനിക്ക് തരുമ്പോൾ അവൻ പറയുന്ന കേട്ട് ഞാൻ പൊട്ടിച്ചിരിച്ചു പോയി. അടുത്ത ഗിഫ്റ്റ് കയ്യിലെടുത്തപ്പോൾ അവൻ്റെ മുഖത്തെ കള്ളച്ചിരി ഞാൻ ശ്രദ്ധിച്ചു. അവനൊരു ചെറിയ ബോക്സ് എനിക്ക് നേരെ നീട്ടിയപ്പോൾ ഞാനത് ആകാംക്ഷയോടെ നോക്കി. ബോക്സ് തുറന്നുള്ളിരിക്കുന്നത് കണ്ട് എൻ്റെ അടിവയറ്റിൽ നിന്ന് 1000 ചിത്രശലഭങ്ങൾ പറന്നുയരുന്ന പോലെ തോന്നി. എൻ്റെ തൊണ്ടയൊക്കെ വരണ്ടു വന്നു. അവനെ നോക്കാൻ പോലും എനിക്കാവുന്നില്ല. കണ്ണുകൾ ഇറുക്കി അടച്ചെങ്ങനെയോ ധൈര്യം സംഭരിച്ച് ഞാൻ അവനെ നോക്കി. അവൻ എന്നെ തന്നെ നോക്കിയിരിക്കുകയാണ്. എന്നിലെ ഭാവങ്ങൾ അവൻ കണ്ണിമിക്കാതെ നോക്കിയിരുന്നു. ഇപ്പോഴുള്ള പൊന്നൂസ്, നീ എൻ്റെ മാത്രമാവുമ്പോൾ അപ്പോൾ ഇട്ട് കണ്ടാൽ മതി. അതെത്ര ഭംഗിയുണ്ടാവുമെന്ന് ഐ ക്യാൻ ഇമാജിൻ. അപ്പം എനിക്ക് കാണണമെന്ന് തോന്നുമ്പോഴേക്ക് കാണാമല്ലോ. എനിക്ക് ബാക്കി പറയുന്നതിന് മുമ്പേ ഞാൻ അവൻ്റെ വാപുത്തി വേണ്ട തലയാട്ടി. അത് കേൾക്കാനുള്ള ത്രാണിയില്ല. അവൻ്റെ കണ്ണുകൾ നേരിടാൻ കഴിയാതെ ഞാൻ വേറെ ഇങ്ങോട്ടോ നോക്കിയിരുന്നു. ഈ ചെറുക്കനെയാണല്ലോ തൊട്ടു മുന്നേ വരെ മൂരാച്ചിയെന്ന് മനസ്സിൽ വിളിച്ചെന്ന് ഓർത്തുപോയി. അവൻ എൻ്റെ കൈയെടുത്ത് മാറ്റി അതിലൊന്ന് മുത്തി. അവൻ ചോദിച്ചപ്പോൾ ഞാൻ തലയാട്ടി. എവിടെയോ അത്യാവശ്യമായി പോവേണ്ടതുകൊണ്ട് നേരെ അവൻ എന്നെ ഫ്ലാറ്റിലാക്കിയിട്ടാണ് പോയത്. ലിഫ്റ്റിൽ നിൽക്കുമ്പോൾ ഞാൻ വെറുതെ ചിരിച്ചുകൊണ്ട് നിന്നു. എനിക്ക് വട്ടാണെന്ന് കണ്ടവരെല്ലാം കരുതി കാണും. ആര് കണ്ടാലും സാരമില്ല. ഇന്ന് ഞാൻ അത്രയ്ക്ക് ഹാപ്പിയാണ്. ഫ്ലാറ്റിലേക്ക് കയറും മുന്നേ ആ ചെറിയ ബോക്സ് ഞാൻ സ്വിംഗ് ബാഗിലേക്ക് മാറ്റിവെച്ചു. ഫ്രെയിമും ബുക്കും പാറു വിശദമായി പരിശോധിക്കുകയാണ്. കുറച്ചുകൂടെ റൊമാൻറ്റിക്കായ ഗിഫ്റ്റൊക്കെ തരായിരുന്നു. ഇതിപ്പോൾ ബുക്കോ? കിച്ചു ശ്രീയേണ്ണത്ര റൊമാൻറ്റിക് അല്ലല്ലേ? ഞാനൊരു ചിരിയോടെ തലയാട്ടി. അതെല്ലാമായി നേരെ റൂമിലേക്ക് പോയി വാതിലടച്ചു. അലമാരയിലേക്ക് വെക്കുന്നതിന് മുന്നേ ആ കുഞ്ഞു ബോക്സിനുള്ളിലെ ബ്ലാക്ക് വൈറ്റും പേഴ്സ് പതിപ്പിച്ച മുത്തരഞ്ഞാണത്തിലേക്ക് ഞാൻ ഒന്നുകൂടെ നോക്കി. ഒരു ചിരിയോടെ ഞാനത് സൂക്ഷിച്ചു വെച്ച് ഫോണിലെ ലോക്ക് സ്ക്രീനിൽ അവൻ്റെ ഫോട്ടോയിലേക്ക് കുറച്ച് സമയം നോക്കിയിട്ട് അതിലേക്ക് അമർത്തി ഉമ്മ വെച്ച്. അപ്പോഴേക്കും എൻ്റെ കവിളിൽ നാണത്തിൻ്റെ ചുവന്ന പൂക്കൾ മുട്ടിട്ടിരുന്നു.